ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ARC ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് കോമ്പസ് സർവേയിങ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നോക്കിയത്. ഓക്കെ, ഇനി അതിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ് വെർഷനിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, ഇതുവരെ നമ്മൾ പഠിച്ച എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്? ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് ലീനിയർ മെഷർമെൻറ്റ്സ് അല്ലേ? ലീനിയർ മെഷർമെൻറ്റ്സ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? സർവേ ലൈനുകളുടെ ലെങ്തുകൾ കണ്ടുപിടിച്ചു. സർവേ ലൈനിൻ്റെ ലെങ്ത്, നീളം കണ്ടുപിടിച്ചു. രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ എന്താ ചെയ്ത്? കോമ്പസ് സർവേയിങ് അല്ലേ? കോമ്പസ് സർവേയിങ് ഇതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ. അതിൽ നമ്മൾ എന്താ ചെയ്തത്? സർവേ ലൈനിൻ്റെ ലെങ്തും മെഷർ ചെയ്തു, അതുപോലെ തന്നെ എന്തും മെഷർ ചെയ്തു? ബിയറിങ്ങും മെഷർ ചെയ്തു. ബിയറിങ്ങും മെഷർ ചെയ്തു. ഓക്കെ, ഈ ബിയറിങ് ഏത് പോർഷനിൽ വരുന്നതാണ്? നമുക്ക് ആംഗുലാർ മെഷർമെൻറ്റ്സ് അല്ലേ? ആംഗുലാർ മെഷർമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ വരുന്നതാണ് എന്ത്? ബിയറിങ്. ഓക്കെ, ആംഗുലാർ മെഷർമെൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ രണ്ട് കാര്യം പറഞ്ഞായിരുന്നു അല്ലേ? ആംഗുലാർ മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ രണ്ടായിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തത്. ആംഗുലാർ മെഷർമെൻറ്റ്സിനെ നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്തായിരുന്നു? ബിയറിങ്. ഓക്കെ, ബിയറിങ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്തായിരുന്നു? ആംഗിൾ. ഈ രണ്ട് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആംഗുലാർ മെഷർമെൻറ്റ് എടുക്കുന്നത്. ഓക്കെ, ആംഗുലാർ മെഷർമെൻറ്റ് എന്തിനാണ്? സർവേ ലൈനിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, ബിയറിങ്ങും ആംഗിളും. ഓക്കെ, ബിയറിങ്ങിൻ്റെ കാര്യം നമ്മൾ ആദ്യമേ നോക്കിക്കഴിഞ്ഞാൽ ബിയറിങ് എന്ത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്ത? ബിയറിങ് മാഗ്നറ്റിക് കോമ്പസ് അല്ലേ? മാഗ്നറ്റിക് കോമ്പസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു സർവേ ലൈനിൻ്റെ ബിയറിങ് കണ്ടുപിടിച്ചു. ആ സർവേയിങ് കഴിഞ്ഞു. ഇനി നമ്മൾ എന്തിനാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്? നമ്മളിന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് ആംഗിളുകളാണ് അല്ലേ? എന്താ ആംഗിളും ബിയറിങ്ങും തമ്മിലുള്ള വ്യത്യാസമൊക്കെ നമുക്കറിയാമല്ലേ? നമുക്കൊരു സർവേ ലൈൻ ഉണ്ട്, AB എന്ന് പറയുന്ന ഒരു സർവേ ലൈൻ ഉണ്ട്. ഓക്കെ, അതിനൊരു ഫിക്സഡ് മെറിഡിയനിൽ നിന്നാണ് നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ അതിനെ എന്തെന്ന് പറയുന്നു? ബിയറിങ് എന്ന് പറയുന്നു. അതുപോലെ എനിക്ക് രണ്ട് സർവേ ലൈനുണ്ട്, AB BC എന്ന് പറയുന്ന രണ്ട് സർവേ ലൈനുണ്ട്. ആ രണ്ട് സർവേ ലൈനുകൾക്കിടയിൽ വിത്ത് റെസ്പെക്ട് ടു അനദർ സർവേ ലൈനാണ് ഞാൻ എൻ്റെ സർവേ ലൈനിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്? ആംഗിൾ. ഓക്കെ, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യണം? ഇനി ഇതിൻ്റെ ആംഗിൾ മെഷർ ചെയ്യണം. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു വേറൊരു സർവേ ലൈനിൽ ഞാൻ എന്ത് ചെയ്യണം? ആംഗിൾ മെഷർ ചെയ്യണം. ആംഗിൾ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരാണ് എന്ത്? തിയോഡോലൈറ്റ്. ഓക്കെ, അതാണ് നമ്മുടെ പുതിയ ചാപ്റ്റർ. നമുക്ക് പഠിക്കാനുള്ള പുതിയ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? തിയോഡോലൈറ്റ് സർവേയിങ്. ഓക്കെ, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ടൈപ്സ് ഓഫ് സർവേയിങ് യൂസിങ് ഇൻസ്ട്രുമെൻറ്റ്സ്. കാണാതെ പഠിക്കേണ്ട. നമ്മുടെ ഓരോ ചാപ്റ്ററിൻ്റെയും പേരാണ് എന്ത്? ആ ഒരു ക്ലാസിഫിക്കേഷനിൽ വരുന്ന. സോ തിയോഡോലൈറ്റ് യൂസ് ചെയ്യുന്ന സർവേയിങ്ങിനെ പറയുന്ന പേരാണെന്ത്? തിയോഡോലൈറ്റ് സർവേയിങ്. ഓക്കെ, നമുക്ക് എന്താ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണ്? എനിക്ക് രണ്ട് സർവേ ലൈനുകളുണ്ട്, രണ്ടിൽ കൂടുതലോ സർവേ ലൈനുകളുണ്ട്, ABCD. ഓക്കെ, ബിയറിങ് നമ്മൾ കണ്ടുപിടിക്കാൻ പഠിച്ചായിരുന്നു. എങ്ങനെ? ഫിക്സഡ് മെറിഡിയനിൽ നിന്ന് ഞാൻ ഓരോ സർവേ ലൈനിലോട്ടുള്ള എൻ്റെ ആംഗിളുകൾ കണ്ടുപിടിക്കുന്നു. ഇതിനെ പറയുന്ന പേരാണെന്ത്? ബിയറിങ്. ഓക്കെ, ഫിക്സഡ് ലൈനിനെ പറഞ്ഞ പേരെന്താണ്? മെറിഡിയൻ. ഇതെല്ലാം നമ്മൾ വിശദമായിട്ട് നോക്കിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഈ ചാപ്റ്ററിൽ നമ്മളുടെ ഉദ്ദേശം എന്താണ്? നമുക്ക് ഈ സർവേ ലൈനുകൾക്ക് ഇടയിലുള്ള ആംഗിളുകൾ കണ്ടുപിടിക്കണം വിത്ത് റെസ്പെക്ട് ടു അനദർ സർവേ ലൈൻ. ഓക്കെ, ഇത് എനിക്കൊരു ആംഗിളുണ്ട്, A എന്ന് പറയുന്ന ഒരു ആംഗിൾ, അല്ലെങ്കിൽ B എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ B എന്ന് പറയുന്ന ഒരു ആംഗിൾ എനിക്ക് കണ്ടുപിടിക്കണം. സ്മോൾ ലെറ്റർ C എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിക്കുക. ഈ ആംഗിളുകൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഇതിന് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ത്? തിയോഡോലൈറ്റ്. ഓക്കെ, ശരി. ഞാൻ ഒരു സർവേ ലൈൻ വരയ്ക്കുകയാണ്. ഇതാണ് എൻ്റെ OA എന്ന് പറയുന്ന സർവേ ലൈൻ. OA എന്ന് പറയുന്ന സർവേ ലൈൻ. ഞാൻ മറ്റൊരു ലൈൻ വരയ്ക്കുകയാണ്, സർവേ ലൈൻ. ഇതെൻ്റെ OB എന്ന് പറയുന്ന സർവേ ലൈനാണ്. എനിക്ക് നോക്കി, ഈ ആംഗിളാണ് മെഷർ ചെയ്യാനുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്കിതിനെ തിരിച്ച് വരയ്ക്കാം, മേലിലോട്ട് വരയ്ക്കാം. OB. ഇതിൻ്റെ ഇടയിലുള്ള ആംഗിളാണ് എനിക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതൊക്കെ ക്ലോക്ക് വൈസ് എന്നോ ആൻറ്റി ക്ലോക്ക് വൈസ് എന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് എന്ത് ചെയ്യണം? ഈ ആംഗിൾ കണ്ടുപിടിക്കണം. ഈ ആംഗിളിനെ എനിക്ക് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യാൻ പറ്റും? ഇതാ നോക്കിയേ, അതിന് നമുക്കൊരു ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യണം. ആ ഇൻസ്ട്രുമെൻറ്റ് ഇതെന്ന് പറയുന്ന പ്ലാൻ വ്യൂ ആണ്. പ്ലാൻ വ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിതിൻ്റെ ടോപ്പിൽ നിന്ന് നോക്കുന്ന വ്യൂ ആണ്. ഓക്കെ, ഉദാഹരണത്തിന്
ഇതാണ് എൻ്റെ ഗ്രൗണ്ട്. ഇതാണ് ഈ യെല്ലോ കളറാണ് എൻ്റെ ഗ്രൗണ്ട്. ഓക്കെ, അപ്പോൾ ഗ്രൗണ്ട് ഇങ്ങനെയല്ലേ നിൽക്കുന്നത്. ഓക്കെ, ഗ്രൗണ്ട് നിൽക്കുന്നത് ഇതാണ്. ഈ പ്ലെയിനെ പറയുന്ന പേരെന്താണ്? ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഓക്കെ, നമ്മൾ നിൽക്കുന്ന ഒരു മനുഷ്യൻ ഇവിടെ നിൽക്കുന്നുണ്ട്. നിങ്ങളാണ് കേട്ടോ. ഓക്കെ, നിങ്ങളാണ് ഈ നിൽക്കുന്നത്. ഇതാണ് നിങ്ങൾ. ഈ പേനയാണ് നിങ്ങൾ. നിങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന ഏത് പ്ലെയിനിലാണ്? ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഹൊറിസോണ്ടൽ പ്ലെയിൻ. നിങ്ങളിപ്പോൾ കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ ആ കസേര കിടക്കുന്നത് എവിടെയാണ്? ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ്. ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഓക്കെ, ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ സർവേ ലൈനിൻ്റെ ആംഗിൾ കാണണമെങ്കിൽ ഞാൻ ഏത് പ്ലെയിനിലോട്ടാണ് നോക്കാനുള്ളത്? ഹൊറിസോണ്ടൽ പ്ലെയിനിലോട്ട്. ഇങ്ങനെ നോക്കിയാലേ എനിക്ക് സർവേ ലൈനിൻ്റെ ആംഗിൾ കാണത്തുള്ളൂ. ഓക്കെ, ഇതാണ് എൻ്റെ പ്ലോട്ട്. ഓക്കെ, ഇതാണ് എൻ്റെ പ്ലോട്ട്. ഇതാണ് എൻ്റെ സർവേ ലൈൻ AB എന്ന് പറയുന്ന ഒരു സർവേ ലൈൻ. ഈ സർവേ ലൈനിനെ കാണാനും അതുപോലെ തന്നെ ഈ ആംഗിൾ കാണണമെങ്കിലും ഞാൻ എന്ത് ചെയ്യണം? ഈ വസ്തുവിൻ്റെ മുകളിൽ ചെന്ന് നിന്ന് താഴേക്ക് നോക്കണം അല്ലേ? മുകളിൽ ചെന്ന് നിന്ന് താഴോട്ട് നോക്കിയാൽ മാത്രമല്ലേ എനിക്ക് ആംഗിളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റില്ല. അതായത് ഈ എൻ്റെ ബൗണ്ടറിയുടെ അല്ലെങ്കിൽ ഈ ഒരു പ്ലോട്ടിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ മാത്രമേ എനിക്ക് ഈ ആംഗിളുകളെല്ലാം കാണാൻ പറ്റത്തുള്ളൂ. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിടക്കുന്ന ആംഗിൾ കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണല്ലോ? അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, ശരി. അപ്പോൾ ഇതെന്താണ്? എൻ്റെ പ്ലാൻ വ്യൂ ആണ്. അത്രമാത്രം പറയാനായിട്ടാണ് നമ്മളിതെല്ലാം ചെയ്തത്. ഓക്കെ, അപ്പോൾ പ്ലാൻ വ്യൂവിൽ നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് എന്താണ്? ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ് അല്ലേ? ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ് ഞാൻ ഈ വരച്ച് വെച്ചിരിക്കുന്നത്. ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള ഈ ആംഗിളിനെ പറയുന്ന പേരെന്താ? ഹൊറിസോണ്ടൽ ആംഗിൾ. ഓക്കെ, ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള ഈ ആംഗിളിനെ പറയുന്ന പേരാണെന്ത്? ഹൊറിസോണ്ടൽ ആംഗിൾ. ഓക്കെ, ഇവിടെ നിന്ന് ഈ പ്ലെയിനിൽ കിടക്കുന്ന രണ്ട് സർവേ ലൈനുകൾക്കിടയിലുള്ള ഈ പ്ലെയിനിൽ കിടക്കുന്ന സർവേ ലൈനുകൾക്കിടയിലുള്ള ഈ ആംഗിളിനെ പറയുന്ന പേരെന്താണ്? ഹൊറിസോണ്ടൽ ആംഗിൾ. ഈ ഹൊറിസോണ്ടൽ ആംഗിളാണ് എനിക്ക് എന്ത് ചെയ്യാനുള്ളത്? മെഷർ ചെയ്യാനുള്ളത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ എയിം. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കും. ഹൊറിസോണ്ടൽ ആംഗിളാണ് എനിക്ക് എന്ത് ചെയ്യാനുള്ളത്? മെഷർ ചെയ്യാനുള്ളത്. ഓക്കെ ആണല്ലോ? ശരി. എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഈ ആംഗിൾ മെഷർ ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, ഈ കാര്യം മാത്രം. ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത് ഇതെങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്നു, അതിൻ്റെ പിന്നിലെ തിയറി എന്ത്, ഇത് മാത്രം പഠിച്ചാൽ മതി. ആ തിയറിയെ അല്ലെങ്കിൽ ആ ഒരു ആംഗിളിനെ നമ്മൾ ആ ഇൻസ്ട്രുമെൻ്റ് വെച്ച് എങ്ങനെ നമുക്ക് അളന്നെടുക്കാൻ പറ്റും, അത്രയും മാത്രമല്ല ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട്. ഓക്കെ, ശരി. ഇതാ നോക്കിയേ, ഏതൊരു ആംഗിൾ അളക്കണമെങ്കിലും എനിക്ക് എന്ത് വേണം? ഒരു റെഫറൻസ് വേണം. ഉദാഹരണത്തിന് ഞാനിവിടെ എൻ്റെ ഈ O എന്ന് പറയുന്ന പോർഷനിൽ ഒരു സർക്കിൾ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു സർക്കിൾ കൊണ്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് ആംഗിളല്ലേ അളക്കാനുള്ള. സോ എന്ത് ചെയ്യുന്നു? ഈ സർക്കിളിൽ ഞാൻ ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. 0 ഡിഗ്രി, 5 ഡിഗ്രി, ഇങ്ങനെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ആംഗിളുകൾ മാർക്ക് ചെയ്തു. നമ്മുടെ കോമ്പസിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? നമ്മുടെ റീഡിങ്സ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ എത്ര വരും? ഇവിടെ 1 ഡിഗ്രി ആയിരിക്കും. ടോട്ടൽ എത്ര? 360 ഡിഗ്രി അല്ലേ? സോ ഇവിടെ എത്ര? 359 ഡിഗ്രി എല്ലാം വന്നിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ ഈ O എന്ന് പറയുന്ന പോർഷനിൽ ഈ ഒരു സർക്കിളിനെ കൊണ്ട് വെച്ചു. ഓക്കെ, ഈ സർക്കിളിനെ ഞാൻ അവിടെ അങ്ങ് ഫിക്സ് ചെയ്ത് വെച്ചു. ഇനി ഈ സർക്കിളിനെ എനിക്ക് അനക്കാനൊന്നും പറ്റില്ല, അതവിടെ ഫിക്സ്ഡ് ആണ്. ഓക്കെ ആണല്ലോ? ഇനി എന്ത് ചെയ്തു? ഇതാണ് ആ സർക്കിൾ എന്ന് വെച്ചോ. ഈ സർക്കിൾ ഇതാണ് ഞാൻ ഈ വരച്ചിരിക്കുന്ന സർക്കിൾ. ഇതിനെ ഞാൻ എന്ത് ചെയ്തു? അവിടെ കൊണ്ട് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ശരി. ഇനി എന്ത് ചെയ്യുന്നു? ആ സർക്കിളിന് മുകളിലേക്ക് ഞാൻ മറ്റൊരു സർക്കിളിനെ കൊണ്ട് വെക്കാൻ പോവുകയാണ്. മറ്റൊരു സർക്കിളിനെ ഞാൻ ഇങ്ങനെ കൊണ്ട് വെച്ചു. ഓക്കെ, ഇതെന്താണ്? ഞാനവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ സർക്കിളിനെ ഞാൻ അതിന് മുകളിൽ കൊണ്ടുവച്ചു. ഓക്കെ ആണല്ലോ? എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ മുകളിലത്തെ സർക്കിളിനെ എൻ്റെ സർവേ ലൈനിൻ്റെ അടുത്തേക്ക് ഇതേ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, എന്താണ് ചെയ്തതെന്ന് മനസ്സിലായല്ലോ? എൻ്റെ ഈ സർക്കിളിൽ എന്തുണ്ട്? 360 വരെ, അടിയിലിരിക്കുന്ന സർക്കിളിൽ 360 വരെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഞാൻ എന്ത് ചെയ്തു? ആ സ്റ്റേഷനിൽ കൊണ്ടുചെന്ന് ഫിക്സ് ചെയ്ത് വെച്ചു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? അതിൻ്റെ മുകളിലേക്ക് ഞാനൊരു മറ്റൊരു സർക്കിൾ കൊണ്ടുവന്നു. അതിൽ ഗ്രാജുവേഷൻസ് ഒന്നുമില്ല. ഓക്കെ, റീഡിങ്സ് ഒന്നും എഴുതിയിട്ടില്ല. പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ സർവേ ലൈനിൻ്റെ അടുത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കുന്നു. ഓക്കെ ആണല്ലോ? ഇതാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന പ്രൊസീജിയർ. നോക്കിയേ, ഇതാ മുകളിൽ ഏറ്റവും അടിയിൽ വെച്ച സർക്കിൾ. അതിൻ്റെ മുകളിലേക്ക് ഞാൻ എന്ത് ചെയ്തു? ആ പുതിയൊരു സർക്കിൾ കൊണ്ട് വെച്ചല്ലേ, ആ സർക്കിളിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ ആദ്യം എവിടെ ആയിരുന്നേ? 0 ഡിഗ്രിയിലോട്ട്, അല്ലെങ്കിൽ എൻ്റെ OA എന്ന് പറയുന്ന
ലൈനിലേക്ക് നോക്കിയാണ് ഇരുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിനെ റൊട്ടേറ്റ് ചെയ്തല്ലേ, ഇതാ ഇങ്ങനെയാണ് അതിരുന്നത്, ആ സർക്കിൾ ഇരുന്നത്. ആ സർക്കിളിൻ്റെ ഇൻഡിക്കേറ്ററാണ് ഇതാ, ഇവിടെ ബുക്ക് ഉണ്ടെന്ന് വിചാരിക്കുക, ആ സർക്കിളിൻ്റെ ഇൻഡിക്കേറ്റർ ഇത് ബുക്ക് ഇവിടെ ഉണ്ട്, ആ സർക്കിൾ ഇതാ കറങ്ങുകയാണ്, കറങ്ങുന്നെന്ന് കാണിക്കാനായിട്ട്. നോക്കി, അപ്പോൾ എന്ത് സംഭവിക്കുന്നു, എൻ്റെ ഇൻഡിക്കേറ്റർ, എൻ്റെ പേനയും അതിൻ്റെ അടുത്തേക്ക് കറങ്ങുന്നു. കണ്ടോ, ഇങ്ങനെ ഇരുന്നു. ബാക്കിലത്തെ ഫിക്സഡ് ആണ്, ബാക്കിലത്തെ നമ്മുടെ ബുക്ക് ഫിക്സഡ് ആണ്. സോ ഈ സർക്കിൾ എന്ത് ചെയ്യുന്നു, ഇത് ഇങ്ങനെ കറങ്ങി 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 ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഇതെന്താണ്, അതിൻ്റെ ഇൻഡിക്കേറ്റർ ആണ്. സോ ഇപ്പോൾ എൻ്റെ ഈ ഇൻഡിക്കേറ്റർ എവിടെ വന്ന് നിൽക്കുക, ഇതാ ഇവിടെ വന്ന് നിൽക്കുകയാണ്, കറക്കി ഞാൻ ഇവിടെ കൊണ്ടുവന്നു. ഓക്കെ, സോ ഈ ഇൻഡിക്കേറ്റർ എൻ്റെ താഴത്തെ ഫിക്സഡ് ആയിട്ടിരിക്കുന്ന ആ സർക്കിളിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണെന്ന് എനിക്ക് മുകളിൽ നിന്ന് നോക്കിയാൽ വായിച്ചെടുക്കാൻ പറ്റും. സോ അതെന്ന് പറയുന്നത് എത്രയാണ്, ഒരു 60 ഡിഗ്രി ആണ്. എനിക്ക് ആംഗിൾ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. ഇതാണ് ഞാനിവിടെ ചെയ്ത പ്രൊസീജിയർ. എന്ത് ചെയ്തു, ഞാൻ എൻ്റെ ലോവർ സർക്കിളിനെ കൊണ്ടുവന്ന് ഒരു സർവേ ലൈനിലേക്ക് നോക്കി ഫിക്സ് ചെയ്തു. എങ്ങനെ നോക്കുന്നതെല്ലാം നമുക്ക് വിശദമായിട്ട് നോക്കാം. ഇതിൻ്റെ പ്രിൻസിപ്പിൾ ആദ്യം പഠിക്കാം. ഓക്കെ, ലോവർ സർക്കിളിന് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ റെഫറൻസ് ലൈൻ ഒ എ ആണെന്ത്, എൻ്റെ റെഫറൻസ് ലൈൻ, അവിടെ കൊണ്ട് ഞാനിങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി എന്ത് ചെയ്തു, അതിൻ്റെ മുകളിൽ ഇൻഡിക്കേറ്ററുള്ള വേറൊരു സർക്കിളുണ്ട്. ആ സർക്കിൾ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് കണ്ടുപിടിക്കാനുള്ള ആംഗിളുള്ള സർവേ ലൈനിലേക്ക് ഇങ്ങനെ നോക്കിച്ചു. സോ എനിക്ക് എന്ത് ചെയ്തു, അതിൻ്റെ ടോപ്പിൽ നിന്ന് ആ ആംഗിളിൻ്റെ റീഡിങ് കിട്ടി. ഇതാണ് സംഭവിച്ചത്. ശരി, ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കാം. എൻ്റെ സർവേ ലൈൻ ഒ എ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയാണ് കിടന്നത്. നേരത്തെ എന്തായിരുന്നു, അത് വെർട്ടിക്കലായിട്ടാണ് നിന്നത് അല്ലേ, കറക്റ്റ് വെർട്ടിക്കൽ. ഇപ്പം അങ്ങനെയല്ല, എൻ്റെ ഒ എ എന്ന് പറയുന്ന സർവേ ലൈൻ ഇങ്ങനെയാണ് കിടന്നത്. ഒ ബി എങ്ങനെ ആയിക്കോട്ടെ, ഒ ബിനെ നമുക്ക് ഒരു പ്രശ്നമില്ല, അവനെ നമുക്ക് എവിടെ വേണമല്ലോ ഇവിടേക്ക് ഞാൻ നിർത്തി, ഒ ബിനെ ഇവിടെ നിർത്തി. എനിക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്, ഈ ആംഗിളാണ് കണ്ടുപിടിക്കാനുള്ളത്. തിരിച്ചു വേണമെങ്കിലും കണ്ടുപിടിക്കാം, പ്രശ്നമൊന്നുമില്ല. തൽക്കാലം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ആംഗിൾ കണ്ടുപിടിക്കുന്നു. ഓക്കെ, നേരത്തെ ചെയ്തതുപോലെ ഞാൻ എന്ത് ചെയ്യണം, ആദ്യം ഫിക്സഡ് ആയിട്ടുള്ള സർക്കിൾ അതിന് മുകളിൽ കൊണ്ട് വയ്ക്കണം അല്ലേ. ഫിക്സഡ് ആയിട്ടുള്ള സർക്കിളിനെ ഞാൻ മുകളിൽ കൊണ്ട് വയ്ക്കുകയാണേ. ഫിക്സഡ് ആയിട്ടുള്ള സർക്കിളിനെ ഞാൻ മുകളിൽ കൊണ്ട് വെച്ചു. ഓക്കെ, ആ സർക്കിളിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താ, ഇവിടെ ആയിരുന്നു 0 ഡിഗ്രി അല്ലേ. 0 ഡിഗ്രിയിൽ നിന്ന് ഇങ്ങനെ പോയി ലാസ്റ്റ് 359 ഡിഗ്രി വരെ ഇവിടെ വന്നു. ഇത് 1 ഡിഗ്രി. ഇങ്ങനെയല്ലേ അത് കിടന്നേ. നോക്കിയേ, ഇങ്ങനെയാണ് ഞാൻ എൻ്റെ സർക്കിൾ അവിടെ കൊണ്ട് വെച്ചേ. ഇപ്പോൾ എന്താ നമ്മുടെ പ്രശ്നം, നമ്മുടെ റെഫറൻസ് ലൈൻ ഒ എ എന്ന് പറയുന്ന റെഫറൻസ് ലൈനും കുറച്ച് ചരിഞ്ഞിട്ടാണ് അല്ലേ. സോ എന്ത് ചെയ്താൽ എനിക്ക് ഇങ്ങനെ എൻ്റെ സർക്കിൾ വെച്ചിട്ട് കാര്യമില്ല, 300 അല്ലെങ്കിൽ 0 ഡിഗ്രി ടോപ്പിലോട്ട് നോക്കി വെച്ചിട്ട് കാര്യമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ ഈ ആദ്യം ഫിക്സ് ചെയ്ത ഈ സർക്കിളിന് ഞാൻ ആദ്യം ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റ് ചെയ്ത് എൻ്റെ റൊട്ടേറ്റ് ചെയ്ത് എൻ്റെ 0 ഡിഗ്രി ഇവിടെ വരുന്നത് വരെ, ഈ റെഫറൻസ് ലൈനിൽ നോക്കി നിൽക്കുന്നത് വരെ ഞാൻ എന്ത് ചെയ്യണം, ഇതിനെ റൊട്ടേറ്റ് ചെയ്യണം. എന്താണ് ചെയ്തതെന്ന് മനസ്സിലായല്ലോ. ആദ്യം എവിടെയാണ്, മുകളിലാണ് 0 ഡിഗ്രി ഇരുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് എൻ്റെ ലോവർ പ്ലേറ്റിനെ, ഞാൻ ഫിക്സ് ചെയ്യാൻ പോണ ലോവർ പ്ലേറ്റിനെ എന്ത് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, ലോവർ പ്ലേറ്റിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു, അതിൻ്റെ 0 ഡിഗ്രി എൻ്റെ സർവേ ലൈനിലേക്ക് നോക്കിയിരിക്കുന്ന രീതിയിൽ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, അതിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ. ശരി, ഇനി എന്ത് ചെയ്യുന്നു, ഇപ്പം നോക്കിയാൽ 0 ഡിഗ്രി ആയി. എൻ്റെ ഒ എയിലേക്ക് നോക്കിക്കൊണ്ട് 0 ഡിഗ്രി വന്നു കഴിഞ്ഞു. ഇനി ഞാൻ ഇതിനെ ഫിക്സ് ചെയ്യുന്നു. ഇനി ഈ സാധനം കറങ്ങില്ല, ലോവർ പ്ലേറ്റ് എന്ത് ചെയ്യില്ല, കറങ്ങില്ല. ഇപ്പോൾ ഇതെന്തായി, കറക്കി ഞാൻ 0 ഡിഗ്രിയിൽ കൊണ്ടുവച്ച് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അപ്പം ഇനി എങ്ങനെ വരുന്നത്, ഇവിടെ 1 ഡിഗ്രി വരുമായിരിക്കും അല്ലേ. 1 ഡിഗ്രി 2 ഡിഗ്രി തൊട്ടിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ഇവിടെ വരുമ്പോഴത്തേക്ക് 359 ഡിഗ്രി വരും. ഓക്കെ ആണല്ലോ. ശരി, ഇനി ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ ലോവർ പ്ലേറ്റ് ഇപ്പോൾ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ലോവർ പ്ലേറ്റിന് മുകളിൽ ആരുണ്ട്, ഒരു അപ്പർ പ്ലേറ്റ് ഉണ്ട്. ഓക്കെ, ആ അപ്പർ പ്ലേറ്റിനെ ഞാൻ അവിടെ കൊണ്ടുവയ്ക്കുന്നു. അപ്പർ പ്ലേറ്റിൽ ആരുണ്ട്, ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട് അല്ലേ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ലോവർ പ്ലേറ്റിന് മുകളിൽ കൂടി ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ അപ്പർ പ്ലേറ്റിനെ റൊട്ടേറ്റ് ചെയ്യിച്ച് എങ്ങോട്ട് നോക്കുന്നു, ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് നോക്കുന്നു. ഓക്കെ ആണല്ലോ. ബിയിലേക്ക് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ഇൻഡിക്കേറ്റർ എങ്ങനെ നിൽക്കും, ഇങ്ങനെ ബിയിലേക്ക് നോക്കി നിൽക്കും. സോ എൻ്റെ ഇൻഡിക്കേറ്റർ ഇവിടേക്ക് ബിയിലേക്ക് നോക്കി നിൽക്കുന്നു. ബിയിലേക്ക് നോക്കിയാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, എൻ്റെ
അപ്പർ സർക്കിളിൻ്റെ ഇൻഡിക്കേറ്റർ നിൽക്കുന്നത്. സോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുകളിൽ ചെന്ന് ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇവിടുത്തെ എനിക്ക് റീഡിങ് വായിച്ചെടുക്കാൻ പറ്റും. സോ ഇവിടെ എത്ര 95 ഡിഗ്രി എന്ന് എനിക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഇതാണെന്ത്, തിയോഡോലൈറ്റ് വെച്ചിട്ട് ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യുന്ന പ്രൊസീജിയർ അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു കാര്യമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ പഠിക്കാനുള്ളത്. നോക്കിയേ, ഈ പറഞ്ഞ എല്ലാം കൂടെ ഞാനൊന്ന് ചുരുക്കി ഒന്ന് പറയാം. അടിയിൽ ഒരു ലോവർ സർക്കിൾ ഉണ്ട്. ഓക്കെ, അതിലെന്തുണ്ട്, ആംഗുലാർ ഗ്രാജുവേഷൻസ് ഉണ്ട്. ഓക്കെ, ആംഗുലാർ ഗ്രാജുവേഷൻസ് ഉണ്ട്. ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, റെഫറൻസ് സർവേ ലൈനിൻ്റെ ഡയറക്ഷനിൽ റെഫറൻസ് സർവേ ലൈനിൻ്റെ ഡയറക്ഷനിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഫിക്സ് ചെയ്യുന്നു. റെഫറൻസ് സർവേ ലൈനിൻ്റെ ഡയറക്ഷനിൽ ഫിക്സ് ചെയ്യുന്നു. OA ആദ്യത്തെ സർവേ ലൈനിലേക്ക് നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അതിനെ ഫിക്സ് ചെയ്യുന്നു. ഓക്കെ, ആദ്യത്തെ സർവേ ലൈനിലേക്ക് നോക്കിയിട്ട് ഞാൻ അതിനെ ഫിക്സ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുന്നു, ഞാൻ ഇതിൻ്റെ മുകളിൽ എനിക്ക് എന്തുണ്ട്, മറ്റൊരു പ്ലേറ്റ് ഉണ്ട്. ഓക്കെ, മറ്റൊരു പ്ലേറ്റ് ഉണ്ട്. ഇതിനെ പറയുന്ന പേരെന്താണ്, അപ്പർ സർക്കുലർ പ്ലേറ്റ് എന്നോ അപ്പർ സർക്കിൾ എന്നോ നമുക്ക് തൽക്കാലത്തേക്ക് പഠിക്കാം. ഇതിനെന്ത് ചെയ്യുന്നു, ഞാൻ എനിക്ക് വേണ്ട സർവേ ലൈനിലേക്ക് റിക്വയേർഡ് സർവേ ലൈനിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, റിക്വയർഡ് സർവേ ലൈനിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആംഗിൾ റീഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നിങ്ങൾ എന്താണ് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ ആദ്യം ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നതിന് മുമ്പേ നിങ്ങൾ യൂട്യൂബിൽ എന്ത് ചെയ്യുക, എങ്ങനെയാണ് നമ്മുടെ തിയോഡലൈറ്റ് വെച്ചിട്ട് ഹൊറിസോണ്ടൽ സർക്കിളും വെർട്ടിക്കൽ സർക്കിളും കണ്ടുപിടിക്കുന്നതെന്നുള്ള ആ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, ആ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് കണ്ടു നോക്കുക. എന്നിട്ട് ഇത് കേട്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ശരി, നമുക്കിനി ഈ തിയോഡലൈറ്റ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്നൊന്ന് നോക്കാം. നോക്കിയേ, ഇതാണ് ഒരു തിയോഡലൈറ്റ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള സാധനമാണ്. ഇതാണെന്ത്, തിയോഡോലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടല്ലോ. ഈ ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആംഗിൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. തിയോഡോലൈറ്റ് എന്തിനു യൂസ് ചെയ്യുന്നു, ആംഗിൾ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നു. ആംഗിൾ മെഷർമെൻറ്റിന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ് എന്ത്, തിയോഡോലൈറ്റ്. ഓക്കെ, ഏതൊക്കെ ആംഗിൾ നമുക്ക് മെഷർ ചെയ്യാം? ഫസ്റ്റ് വൺ നമുക്ക് എന്ത് ചെയ്യാം, ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിടക്കുന്ന ഹൊറിസോണ്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ, ആംഗിൾ ഇൻ ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള ആംഗിളിനെ പറയുന്ന പേരാണ് എന്ത്, ഹൊറിസോണ്ടൽ ആംഗിൾ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇതായിരുന്നു എൻ്റെ വസ്തു. ആ വസ്തുവിലുള്ള ഏത് ആംഗിൾ വേണമെങ്കിലും എനിക്ക് കണ്ടുപിടിക്കുക. അതാണ് എന്ത്, ഹൊറിസോണ്ടൽ ആംഗിൾ എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, രണ്ടാമത് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് വെർട്ടിക്കൽ ആംഗിൾ. എന്താണ് വെർട്ടിക്കൽ ആംഗിൾ? ആംഗിൾ ഇൻ വെർട്ടിക്കൽ പ്ലെയിൻ. ഓക്കെ, വെർട്ടിക്കൽ പ്ലെയിൻ. അതെന്താ വെർട്ടിക്കൽ പ്ലെയിൻ? ഇതെൻ്റെ വസ്തുവാണ്, ഇതെൻ്റെ പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടിയിൽ എന്തുണ്ട്, ഒരു വീടുണ്ട്. ഓക്കെ, ഒരു വീടുണ്ട്. എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ വെച്ചിട്ട് ഒരു വരയുണ്ട്. ഈ വര തൊട്ട് ഇതിൻ്റെ ടോപ്പ് വരെ, എൻ്റെ വീട്ടിൻ്റെ ടോപ്പ് വരെയുള്ള ഒരു ആംഗിൾ അല്ലേ, ഇതെന്താ, വെർട്ടിക്കൽ പ്ലെയിൻ ആണ്. ഓക്കെ, ഡയറക്റ്റ് നിങ്ങൾ ഫ്രണ്ട് വ്യൂ നോക്കുന്നു. ഈ ആംഗിളിനെ പറയുന്ന പേരാണ് എന്ത്, വെർട്ടിക്കൽ ആംഗിൾ. ഓക്കെ, ഇതാണ് എന്ത്, വെർട്ടിക്കൽ ആംഗിൾ. ഓക്കെ, ഇത് എവിടെയാണ്, ഈ പ്ലെയിൻ എന്താണ്, ഇത് വെർട്ടിക്കൽ പ്ലെയിൻ ആണല്ലേ. വെർട്ടിക്കൽ പ്ലെയിനിൽ കിടക്കുന്ന ഈ ആംഗിളിനെ പറയുന്ന പേരാണ് എന്ത്, വെർട്ടിക്കൽ ആംഗിൾ. അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തിയോഡലൈറ്റ് യൂസ് ചെയ്യുന്നത്. തിയോഡലൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും, ഇമ്പോർട്ടൻ്റ് ആണ്. ഹൊറിസോണ്ടൽ ആംഗിളും കണ്ടുപിടിക്കാം, വെർട്ടിക്കൽ ആംഗിളും കണ്ടുപിടിക്കാം. ഈ രണ്ട് ആംഗിളുകൾ യൂസ് ചെയ്തുകൊണ്ട് വി ക്യാൻ ഫൗണ്ട് ഔട്ട് ഓർ കാൽക്കുലേറ്റ്, നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. വി ക്യാൻ കാൽക്കുലേറ്റ് എന്ത്, ഡിസ്റ്റൻസ്. ഏത് ഡിസ്റ്റൻസ്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആൻഡ്
വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. ഓക്കെ, ഈ ആംഗിളുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും അവയ്ക്കിടയിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ഇത് നമുക്ക് എന്താണ്, ഇതൊരു ചാപ്റ്ററാണ്. സോ അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. ഇത്രയാണ് നമ്മുടെ തിയോഡൊലൈറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. തിയോഡൊലൈറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ഹൊറിസോണ്ടൽ ആസ് വെൽ ആസ് വെർട്ടിക്കൽ ആംഗിൾസ്. യൂസിങ് ദാറ്റ് ആംഗിൾസ് വി ക്യാൻ കാൽക്കുലേറ്റ് ഹൊറിസോണ്ടൽ ആസ് വെൽ ആസ് വെർട്ടിക്കൽ ഡിസ്റ്റൻസസ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് എന്തെങ്കിലും ഇൻട്രൊഡക്ഷനിൽ പഠിക്കാനുള്ളത്. നോക്കിയേ, ഇനി നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞു. തിയോഡൊലൈറ്റിൻ്റെ പ്രിൻസിപ്പിൾ പഠിച്ചു കഴിഞ്ഞതോടുകൂടി നമ്മൾ ഇതിലെന്താണ് പഠിക്കാനുള്ളതെന്നൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് മാത്രം അറിഞ്ഞാൽ മതി. നോക്കി, എന്താ നമുക്ക് ചെയ്യാനുള്ളത്? ആദ്യം ഞാൻ എന്ത് ചെയ്യണം, ഒരു എ ബി എന്ന് പറയുന്ന ഒരു സർവേ ലൈനിലേക്ക് എനിക്ക് എന്ത് ചെയ്യണം, ആദ്യമേ നോക്കി ഫിക്സ് ചെയ്യണം. ഓക്കെ, ആദ്യമേ നോക്കി ഫിക്സ് ചെയ്യണം അല്ലേ? സോ എന്താ, ഞാനിപ്പോൾ പ്ലാൻ വരയ്ക്കുവാണേ. പ്ലാൻ വ്യൂ ആണ് ടോപ്പിൽ നിന്ന് എ ബി സി. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് എൻ്റെ ലൈൻ ഓഫ് സൈറ്റ് ഞാൻ നോക്കാനുള്ള എൻ്റെ റെഫറൻസ് ഫസ്റ്റ് സർവേ ലൈനാണ്. ഇതെന്താണ്, സർവേ ലൈനാണ്, സർവേ ലൈൻ. ഈ ഫസ്റ്റ് സർവേ ലൈനെ ഞാൻ എന്ത് ചെയ്യുന്നു, റെഫറൻസ് ആക്കുന്നു. റെഫറൻസ് ആക്കിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ ലോവർ പ്ലേറ്റിൻ്റെ ഇവിടെ 0 കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യുക. ഇതിനെ പറയുന്ന പേരാണ് റെഫറൻസിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, അത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇതാണ് നമുക്ക് ഫസ്റ്റ് ചെയ്യാനുള്ള പ്രൊസീജിയർ. സോ എന്ത് ചെയ്യണം, എനിക്ക് ഇതിനെ ഈ 0 ഡിഗ്രിയെ എനിക്ക് ഇവിടെ ബിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഒരു ടെലിസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടി ഞാൻ എന്ത് ചെയ്യണം, ബിയിലേക്ക് നോക്കണം. ഓക്കെ, ഒരു ടെലിസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടി ഞാൻ ബിയിലേക്ക് നോക്കണം. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട്. എന്താണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്? ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഒരു ടെലിസ്കോപ്പാണ്. തിയോഡൊലൈറ്റിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, ഒരു ടെലിസ്കോപ്പാണ്. സോ ഈ ടെലിസ്കോപ്പിൽ കൂടി നോക്കിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഓരോ പോയിന്റിലേക്കും എൻ്റെ ഇൻസ്ട്രുമെൻറ്റിനെ റൊട്ടേറ്റ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, നമ്മൾ 2 സർക്കിൾ ഉണ്ടല്ലേ നമുക്ക് നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, ആദ്യം എൻ്റെ ഫസ്റ്റ് സർക്കിളിനെ കൊണ്ട് ഫിക്സ് ചെയ്യണം അല്ലേ? ഓക്കെ, പിന്നെന്ത് ചെയ്യണം, അതിൻ്റെ മുകളിൽ കൂടി രണ്ടാമത്തെ സർക്കിളിനെ വെച്ച് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ആംഗിൾ കണ്ടുപിടിക്കാനുള്ളത്. ആ ഒരു അസംബ്ലിയാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു പോർഷൻ നിങ്ങൾ ശ്രദ്ധിച്ചേ. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു സർക്കുലാർ അസംബ്ലി നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലേ, സർക്കുലാർ അസംബ്ലി. ഓക്കെ, ആ ഒരു സംഭവത്തിൽ ഇതെന്ന് പറയുന്നത് ഇവിടെ നടുക്കൊരു സെപ്പറേഷൻ, ഒരു ചെറിയൊരു സെപ്പറേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ അതായത് ഇത് 2 പ്ലേറ്റുകളാണ്. ആദ്യം ഇങ്ങനെ ഒരു പ്ലേറ്റ് ഉണ്ട്, അതിൻ്റെ മുകളിൽ മറ്റൊരു പ്ലേറ്റ് ഉണ്ട്. ഇതെന്താണ്, 2 പ്ലേറ്റാണ് ഇവിടെ. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. 2 പ്ലേറ്റാണ്. ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ട്. കണ്ടു, ഇവിടെ ഒരു സെപ്പറേഷൻ. ഇത് 2 പ്ലേറ്റാണ്. ഓക്കെ, ശരി. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ഈ എ ബിയിലേക്ക് നോക്കിയിട്ട് ഫിക്സ് ചെയ്യാനായിട്ട് എന്ത് വേണം, ഒരു ടെലിസ്കോപ്പ് വേണം. ഓക്കെ, ടെലിസ്കോപ്പിന് പിന്നെന്ത് വേണമെന്ന് നമുക്കറിയാം, ഒരു സർക്കിൾ, 2 സർക്കിൾ വേണമല്ലേ. താഴത്തെ സർക്കുലർ പ്ലേറ്റും വേണം, മുകളിലത്തെ സർക്കുലർ പ്ലേറ്റും വേണമെന്ന് നമുക്കറിയാം. ശരി, ഇനി ഇതെല്ലാം നമുക്ക് ഒന്ന് പടത്തിലൂടെ ഒന്ന് പഠിച്ചെടുക്കാം. ഈ ഡയഗ്രാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇതാണ് നമ്മുടെ ടെലിസ്കോപ്പ്. ഈ ഡയഗ്രാം വരച്ച് പഠിക്കുന്നതിൽ ഇവിടെ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് പോർഷൻ കഴിയും. എനിക്കെന്തുണ്ട്, ഒരു ടെലിസ്കോപ്പ് ഉണ്ട്. ഓക്കെ, ഈ ഡയഗ്രാം ഞാൻ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് വെച്ചാൽ അതുപോലെ നിങ്ങൾ റഫായിട്ട് വരച്ച് പഠിക്കണം. ഓക്കെ, ടെലിസ്കോപ്പ് ഉണ്ട്. ഫസ്റ്റ് പാർട്ട് നമുക്കറിയാം, ടെലിസ്കോപ്പ് എന്തിനാണ്, നമ്മളെ ലൈനുകളിലേക്ക് സൈറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെലിസ്കോപ്പ് ഉള്ളത്. നോക്കിയേ, ഈ ടെലിസ്കോപ്പിൻ്റെ ഈ ഭാഗത്തായിരിക്കും നമ്മുടെ നമുക്ക് മെഷർ ചെയ്യാനുള്ള ഒബ്ജക്റ്റ് ഉള്ളത്. ഉദാഹരണത്തിന് നമ്മുടെ വീട് മെഷർ ചെയ്യാനുള്ള ഒബ്ജക്റ്റ് ഉള്ളത് അല്ലേ, മെഷർ ചെയ്യാനുള്ള ഒബ്ജക്റ്റ് ഉള്ളത്. സോ ഈ ഒരു പോർഷന് ഞാൻ പറയുന്ന പേരാണ് ഒബ്ജക്റ്റീവ് ലെൻസ്, ഒബ്ജക്റ്റീവ്. ഓക്കെ, അതുപോലെ ഇവിടെ നിന്നല്ലേ ഞാൻ നോക്കുന്നത്, ഇവിടെ നിന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് നോക്കുന്നത്. ഇപ്പോൾ ഇവിടെയാണ് എന്തുള്ളത്, എൻ്റെ കണ്ണുള്ളതല്ലേ, ഐ. സോ ഇതിനെ പറയുന്ന പേരാണ് ഐ പീസ്. ഓക്കെ, അതെല്ലാം നമുക്ക് അടുത്ത നമ്മുടെ ടാക്യോമീറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വിശദമായിട്ട് പഠിക്കാനുണ്ട്. സോ തൽക്കാലം നമുക്ക് അതിലേക്ക് പോകണ്ട. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മുടെ ടെലിസ്കോപ്പിനെ കണ്ടു.
ടെലിസ്കോപ്പിനെ കണ്ടു. ഈ ടെലിസ്കോപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു സർക്കിളിലാണ്. ഒരു സർക്കിളാണ്. ഈ സർക്കിൾ ഏത് പ്ലെയിനിലാണ് നിൽക്കുന്നത്? വെർട്ടിക്കൽ പ്ലെയിനിലാണ് നിൽക്കുന്നത്. അതായത് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ മാത്രമേ ആ സർക്കിളിനെ കാണാൻ പറ്റത്തുള്ളൂ. സോ ടെലിസ്കോപ്പ് ഈസ് അറ്റാച്ച്ഡ് ടു എ സർക്കിൾ വിച്ച് ഈസ് ലൈയിങ് ഇൻ എ വെർട്ടിക്കൽ പ്ലെയിൻ. സോ ദാറ്റ് സർക്കിൾ ഈസ് കോൾഡ് വെർട്ടിക്കൽ സർക്കിൾ. ഓക്കെ, ടെലിസ്കോപ്പ് നമ്മൾ പഠിച്ചു, വെർട്ടിക്കൽ സർക്കിൾ പഠിച്ചു. ടെലിസ്കോപ്പിൽ കൂടിയാണ് നമുക്ക് നോക്കാനുള്ളത്. ആ ടെലിസ്കോപ്പ് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയാണ്? ഒരു വെർട്ടിക്കൽ സർക്കിളിലാണ്. ഓക്കെ, ഇത്ര അറിയാലോ. ഇനി നോക്കിയേ, ഈ വെർട്ടിക്കൽ സർക്കിളിനെ നമ്മളെ ഇൻസ്ട്രുമെൻറ്റുമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഫിക്സ് ചെയ്യണം. അവിടെ എന്തുണ്ട്? ഒരു ഫ്രെയിം ഉണ്ട്. എന്തുണ്ട്? നമുക്കിവിടെ ഒരു ഫ്രെയിം ഉണ്ട്. നോക്കിയേ, വെർട്ടിക്കൽ സർക്കിളിനെ അറ്റാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് എന്തുണ്ട്? ഇവിടെ ഒരു ഫ്രെയിം ഉണ്ട്. നോക്കിയേ, ആ ഫ്രെയിം വരയ്ക്കുന്നത് എങ്ങനെയാണ്? അതാ ഇങ്ങനെയാണ് ഞാൻ ആ ഫ്രെയിം വരയ്ക്കുന്നത്. ഓക്കെ, ആ ഫ്രെയിമിന് എന്തിൻ്റെ ഷേപ്പാ? നമ്മുടെ ഇംഗ്ലീഷ് ലെറ്റർ എയുടെ ഷേപ്പാണ് അല്ലേ? ഇതാ നോക്കിയേ, ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. ഇങ്ങനെയല്ലേ ഇരിക്കുന്ന. സോ നമ്മുടെ എ. ഓക്കെ, എ ആണുള്ളത്, എയുടെ ഷേപ്പാണുള്ളത്. സോ ഇതിനെ പറയുന്ന പേരാണെന്ത്? എ ഫ്രെയിം. എന്തെന്ന് പറയും? എ ഫ്രെയിം. ഇതിനെ പറയുന്ന പേരാണെന്ത്? എ ഫ്രെയിം. അല്ലെങ്കിൽ ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് സ്റ്റാൻഡേർഡ്. എന്താണ്? സ്റ്റാൻഡേർഡ്. സോ നമ്മൾ ഇതിനെ എന്തെന്ന് പഠിച്ചു വയ്ക്കുക? ഇതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് എ ഫ്രെയിം എന്നങ്ങ് പഠിച്ചു വയ്ക്കുക. ഓക്കെ, സ്റ്റാൻഡേർഡ് എ ഫ്രെയിം. ഓക്കെ, ഇത് രണ്ട് പേരാണ്. ഒന്നുകിൽ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ എ ഫ്രെയിം. സോ നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് പഠിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? തൽക്കാലം സ്റ്റാൻഡേർഡ് എ ഫ്രെയിം. ഓക്കെ, ടെലിസ്കോപ്പ് ഈസ് അറ്റാച്ച്ഡ് ടു എ വെർട്ടിക്കൽ സർക്കിൾ. ദാറ്റ് വെർട്ടിക്കൽ സർക്കിൾ ഈസ് അറ്റാച്ച്ഡ് ടു സ്റ്റാൻഡേർഡ് എ ഫ്രെയിം. സ്റ്റാൻഡേർഡ് ഫ്രെയിം ഓർ എ ഫ്രെയിം. ഓക്കെ, ഇനി ഇതാ നോക്കി, ആ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ എ ഫ്രെയിം, സ്റ്റാൻഡേർഡ് എ ഫ്രെയിം എവിടെ നിൽക്കുന്നത്? അത് നമ്മുടെ ഈ ഒരു പ്ലേറ്റിലാണ് നിൽക്കുന്നത്. ഇതാ ഇവിടെ കണ്ടോ, ഈ ഒരു പ്ലേറ്റിലാണ് നിൽക്കുന്നത്. ഈ ഒരു പ്ലേറ്റിലാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് എ ഫ്രെയിം നിൽക്കുന്നത്. നോക്കി, നമ്മൾ ഇതുവരെ എങ്ങനെ പഠിച്ചു? നമുക്ക് ലൈനിന് സൈറ്റ് ചെയ്യാനായിട്ട് ടെലിസ്കോപ്പ് വേണമെന്ന് പഠിച്ചു. ടെലിസ്കോപ്പിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റൂലല്ലോ. ടെലിസ്കോപ്പിന് ആരുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു? വെർട്ടിക്കൽ സർക്കിളുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ആ വെർട്ടിക്കൽ സർക്കിളിന് എന്ത് ചെയ്യുന്നു? സ്റ്റാൻഡേർഡ് എ ഫ്രെയിമുമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഓക്കെ, സ്റ്റാൻഡേർഡ് എ ഫ്രെയിമിന് എവിടെയെങ്കിലും നിൽക്കണ്ടേ? അതെവിടെ നിൽക്കുന്നു? ഇവിടെ ഒരു പ്ലേറ്റിൽ നിൽക്കുന്നു. ഓക്കെ, ഇവിടെ ഒരു പ്ലേറ്റിൽ നിൽക്കുന്നു. ഓക്കെ, അവിടെ ഒരു പ്ലേറ്റിൽ നിൽക്കുന്നു. ആ പ്ലേറ്റ് എവിടെ നിൽക്കുന്നു? മറ്റൊരു പ്ലേറ്റിന് മുകളിൽ നിൽക്കുന്നു. ആ പ്ലേറ്റ് മറ്റൊരു പ്ലേറ്റിൻ്റെ മുകളിൽ നിൽക്കുന്നു. ഓക്കെ ആണല്ലോ, മറ്റൊരു പ്ലേറ്റിൻ്റെ മുകളിൽ നിൽക്കുന്നു. ഓക്കെ, ആ പ്ലേറ്റുകളാണ് നമ്മുടെ എന്ത്? നമ്മൾ നേരത്തെ പഠിച്ച അപ്പർ ആൻഡ് ലോവർ സർക്കുലർ പ്ലേറ്റ്. ഓക്കെ, ഏതാ? ഒന്നെന്ന് പറയുന്നത് അപ്പർ സർക്കുലർ പ്ലേറ്റ്. ഓക്കെ, രണ്ടാമത്തേന്ന് പറയുന്നത് ഏതാണ്? ലോവർ സർക്കുലർ പ്ലേറ്റ്. ഓക്കെ ആണല്ലോ, ശരി. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് എ ഫ്രെയിം ഡയറക്റ്റ് വന്ന് നിൽക്കുന്ന അപ്പറിലായിരിക്കും ലോവറിലായിരിക്കും? സ്റ്റാൻഡേർഡ് നമ്മൾ മുകളിൽ നിന്ന് താഴേക്കല്ലേ പഠിക്കുന്നത്? ടെലിസ്കോപ്പ് വെർട്ടിക്കൽ സർക്കിൾ, ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു എ സ്റ്റാൻഡേർഡ് എ ഫ്രെയിം. സോ ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ എ അപ്പർ സർക്കുലർ പ്ലേറ്റ്. നോക്കി, ആ അപ്പർ സർക്കുലർ പ്ലേറ്റിൻ്റെ താഴെ ആരുണ്ട്? ലോവർ സർക്കുലർ പ്ലേറ്റ് ഉണ്ട്. നോക്കി, ഇവിടെയാണ് നിങ്ങൾ അറിയാനുള്ള ഈ അപ്പർ സർക്കുലർ പ്ലേറ്റ്. ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി കോണിക്കൽ ഷേപ്പിൽ താഴേക്ക് വരും. കോണിക്കൽ ഷേപ്പിൽ ഇങ്ങനെ താഴേക്ക് വരും. അതുപോലെ നമ്മുടെ ലോവർ സർക്കുലർ പ്ലേറ്റും അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി കോണിക്കൽ ഷേപ്പിൽ താഴേക്ക് വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ അപ്പർ സർക്കുലർ പ്ലേറ്റിനെ ഞാൻ മൊത്തത്തിലൊന്ന് ഡാർക്കൺ ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കുന്നത്? അപ്പർ സർക്കുലർ പ്ലേറ്റ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങി ഇത്രയും പോർഷനിൽ വന്ന് നിൽക്കുമായിരുന്നു നമ്മുടെ അപ്പർ സർക്കുലർ പ്ലേറ്റ്. നെക്സ്റ്റ് നമുക്കുള്ളത് നമ്മുടെ ലോവർ പ്ലേറ്റ് ആണ്. എന്നാൽ നോക്കിയാൽ ലോവർ പ്ലേറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് കോണിക്കലായി മാറി ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, അതിനെ ഞാൻ ഇന്ന് ഷെയ്ഡ് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ, കളർ ചെയ്യണമെങ്കിൽ എങ്ങനെ നിൽക്കുന്നത്? ഇങ്ങനെ നിൽക്കുന്നത്. ഇത് നമ്മുടെ സെക്ഷണൽ വ്യൂ ആണ്. സെക്ഷണൽ വ്യൂവിൽ നോക്കിയാൽ മാത്രമേ നമുക്കിങ്ങനെ കാണത്തുള്ളൂ. ഓക്കെ ആണല്ലോ, ശരി. ഇത് ഈ രണ്ട് പ്ലേറ്റും കൂടി നമ്മൾ എവിടെ ചെയ്യുന്നു? ഈ ഒരു പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ഫിക്സ് ചെയ്യുന്നു. ഈ ഒരു പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫിക്സ് ചെയ്യുന്നു. കണ്ടോ,
ഈ ഒരു പോർഷന് ഫിക്സ് ചെയ്യുന്നു. ഇതെന്ന് പറയുന്നത് എന്താണ്? ഫുഡ് പ്ലേറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിനെ പറയുന്നവരാണ് എന്ത്? ഫുഡ് പ്ലേറ്റ്. ഫുഡ് പ്ലേറ്റ് അത് എത്ര എണ്ണം ഉണ്ട്? അവിടെ ഒരു ഫുഡ് പ്ലേറ്റ് ഉണ്ട്. ആ ഫുഡ് പ്ലേറ്റിൽ നിന്ന് താഴേക്ക് നമുക്ക് എന്തുണ്ട്? 2 സ്ക്രൂ ഉണ്ട്. ഓക്കെ, 2 സ്ക്രൂ ഉണ്ട്. ഇതിനെ പറയുന്ന പേരാണ് എന്ത്? ഫുഡ് സ്ക്രൂസ്. ഓക്കെ, ഇതിൻ്റെ എല്ലാം നമുക്ക് വിശദീകരിച്ച് നോക്കാം. തൽക്കാലം ഡയഗ്രം എങ്ങനെ വരയ്ക്കണം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഫുഡ് സ്ക്രൂ ഉണ്ട്. ആ ഫുഡ് സ്ക്രൂ എന്ത് ചെയ്യുന്നു? താഴത്തെ ഒരു ഫുഡ് പ്ലേറ്റിലേക്ക് കൊണ്ട് അറ്റാച്ച് ചെയ്യുന്നു. ഓക്കെ, ഇത്രയാണുള്ള. ബാക്കി എന്ത് ചെയ്യുന്നു? നമ്മൾ അതിനൊരു ട്രൈപോഡിൽ ഫിക്സ് ചെയ്യുന്നു. ശരി, എങ്ങനെ നമ്മളിപ്പോൾ ഡയഗ്രം വരച്ച് പഠിച്ച ഇതിൻ്റെ പരിപാടി പകുതി കഴിഞ്ഞു. ശരി, എങ്ങനെ നമ്മൾ നോക്കി? നമുക്കൊന്നുകൂടെ നോക്കാം. മൊത്തത്തിൽ ഇത്ര നേരം ചെയ്ത എന്താണെന്ന് നമുക്കൊന്ന് സ്പീഡായിട്ട് നോക്കാം. നമുക്ക് എന്ത് വേണം? ഒരു ടെലിസ്കോപ്പ് വേണം അല്ലേ? ഒരു ടെലിസ്കോപ്പ് വേണം. ടെലിസ്കോപ്പ് ഈസ് അറ്റാച്ച്ഡ് ടു വെർട്ടിക്കൽ സർക്കിൾ. ഇങ്ങനെയാണ് നമ്മൾ ഡയഗ്രാം വരച്ച് പഠിക്കുന്നത് കേട്ടോ. വെർട്ടിക്കൽ സർക്കിൾ ഈസ് അറ്റാച്ച്ഡ് ടു സ്റ്റാൻഡേർഡ് എ ഫ്രെയിം. ഓക്കെ, സ്റ്റാൻഡേർഡ് എ ഫ്രെയിം. ഓക്കെ, standard A-frame is attached to upper circular plate. Upper circular plate is attached to lower circular plate. Upper circular plate എന്ത് ചെയ്യുന്നു? ഒരു കോണിക്കലായിട്ട് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്നു. അതുപോലെ ലോവർ സർക്കുലർ പ്ലേറ്റ് എന്ത് ചെയ്യുന്നു? കോണിക്കലായിട്ട് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരുന്നു. ഇതെന്ത് ചെയ്യുന്നു? അപ്പർ ഫുഡ് പ്ലേറ്റിൽ കൊണ്ട് അറ്റാച്ച് ചെയ്യുന്നു. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ഒരു 2 സ്ക്രൂ താഴേക്കുണ്ട്. ശരിക്കും 3 സ്ക്രൂ ഉണ്ട് കേട്ടോ. ബാക്കിൽ ഒരെണ്ണം കൂടിയുണ്ട്. 3 സ്ക്രൂവിൽ നിന്ന് താഴേക്ക് വരുന്നു. അതിനെന്ത് ചെയ്യുന്നു? ഒരു ലോവർ ഫുഡ് പ്ലേറ്റിൽ കൊണ്ട് അറ്റാച്ച് ചെയ്യുന്നു. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രൈപോഡിൽ അറ്റാച്ച് ചെയ്യുന്നു. ഇതാണെന്ത്? നമ്മൾ ഡയഗ്രം വരച്ച് പഠിക്കാനുള്ള. ഇനി ഇവിടെ ഓരോരുത്തരെയും വർക്കിംഗ് എങ്ങനെയാണെന്ന് മാത്രം നോക്കിയാൽ മതി. ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ARC, the Gate Coaching Hub of Kerala.